ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. ചിരഞ്ജീവി, നയൻതാര, വെങ്കടേഷ് എന്നിവരെ പ്രധാന വേഷത്തിലാക്കി അനിൽ രവിപുടി രചനയും സംവിധാനവും ചെയ്ത പുതിയ ചിത്രമായിരുന്നു മനശങ്കര വരപ്രസാദ ഗാരു. ചിരഞ്ജീവിയുടെ ഒരു ഹിറ്റ് ചിത്രമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ഹിറ്റായിരുന്നു. ജയിലറിലൊക്കെ സൺ പിക്ചേഴ്സ് രജനിക്കും നെൽസനും അനിരുദ്ധിനൊക്കെ കാർ കൊടുത്ത പോലെ അനിൽ രവിപുടിക്ക് ചിരഞ്ജീവിയും ഒരു കാർ ഗിഫ്റ്റ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് അവിടെ ഹിറ്റായിട്ടുണ്ട്. ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റിയില്ലെന്നുള്ളതും ഒരു സത്യാവസ്ഥ തന്നെയാണ്. ആ സിനിമയിലെ പെഡി റെഡ്ഡി എന്ന സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതിലും ചിരഞ്ജീവിയുടെ ഒരു ഡാൻസ് ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ അറിയാം. വാ. ఆ పెట్టిరెట్టిది మొదలు పెట్టబడిన గారు ఆ సింహబాబు తీసి మన సింహబడిన గారు എന്തു കോമഡി പാട്ടാണ് ഇതില്. ആക്ച്വലി ഈ പാട്ടില് ചിരഞ്ജീവിയുടെ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് രണ്ട് പാട്ട് പടത്തിൽ കൊള്ളാവും. അതിൽ ചിരഞ്ജീവിയുടെ പ്രസൻസ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇതില് ചിരഞ്ജീവിയുടെ കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടാലും അറിയാം, ഒരു ടൈപ്പ് പോലെയാണ്. അതായത് മുഖമൊക്കെ ഒരുമാതിരി നല്ല എന്താ തിന്നാക്കി ഒരു ടൈപ്പ് പോലെയാണ് തോന്നുന്നത്. കാണുമ്പോൾ നമുക്കൊരു ആപ്ലിക്കബിൾ അല്ലായിട്ട് തോന്നൂല. അതായത് ഒരു ഒറിജിനൽ ഫേസ് ആയിട്ട് തോന്നൂല. പിന്നെ ഈ കാതറിൻ തെരേസയാണ് കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നത്. ഒരു കോമഡി പീസെ പോലെ കൂടെ നിന്ന് ആ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതിന് അവർ നയൻതാര അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വിശ്വാസം വൈബ് പോകുന്നത്. അതായത് നയൻതാരയ്ക്ക് ആ കോസ്റ്റ്യൂമും കാര്യങ്ങളും ആ ഒരു വിശ്വാസം, തരാജിത്തിന്റെ ആ ഒരു വിശ്വാസം, സിരത്തെ ശിവ ചെയ്തിട്ടുള്ള ആ ഒരു വിശ്വാസം ടൈപ്പ് തന്നെയാണ്. ഈ പാട്ടും ഒരു ഫ്ലോപ്പ് പാട്ടായിരുന്നു. ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടാ. എന്തായാലും അതിൽ എഴുതിയിട്ടുണ്ട് ആൾ ടൈം റീജിയണൽ ഇൻഡസ്ട്രി ബ്ലോക്ക് ബസ്റ്റർ. ആൾ ടൈം റീജിയണൽ ഇൻഡസ്ട്രി ബ്ലോക്ക് ബസ്റ്റർ ഇൻ സിനിമാസ് നൗ മനശങ്കര വരപ്രസാദ ഗാരു ആൻഡ് അനിൽ രവിപുടി ഫിലിം. ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ട് ബീം സെസിറോളിയാണ്. നമ്മളെ മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സംക്രാന്തി ജനുവരി 12 റിലീസ് ചെയ്തത് ഈ വർഷം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ പാട്ട് ഒരു അട്ടർ ഫ്ലോപ്പ് പാട്ടാണ്. പാട്ടായിട്ടും ഒന്നുമില്ല, പാട്ടിനകത്തും ഒന്നുമില്ല. പാട്ട് ഒരു കോമഡി പീസ് പാട്ട് പോലെയാണ്. ഇതിൽ മറ്റേ എനിക്ക് ഏറ്റവും കോമഡി ഈ കാതറിൻ തെരേസ ഡാൻസ് കളിക്കുന്നതാണ്. മറ്റേ കറുത്ത കോട്ടിട്ടൊരു ഹീറോയിൻ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡാൻസ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞുകൂടാ. ഈ സ്റ്റെപ്പൊക്കെ ഓക്കെയാണ്. ഇതിലും ചെറിയൊരു സ്റ്റെപ്പൊക്കെ കളിക്കുന്നുണ്ട്, എളുപ്പമുള്ള സ്റ്റെപ്പൊക്കെ ചിരഞ്ജീവി. ബട്ട് എന്നിരുന്നാലും ഈ പാട്ടൊരു ബോംബ് പാട്ടാണ്. കേൾക്കുമ്പോഴൊരു സുഖമൊന്നുമില്ല. എല്ലാത്തിലും ഈ പാട്ടിലും നയൻതാരയും കൂടെ ആയിട്ടുള്ള ആ ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. കാരണം നയൻതാരയുടെ ആ പ്രസൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പീര് ഫീലാണ് തോന്നുന്നത്. ആ ഒരു എക്സ്പ്രഷൻസ് ആയാലും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഈ അനിൽ രവിപുടി നിങ്ങൾക്ക് അറിയാം, ഭഗവന്ത് കേസരിയൊക്കെ ചെയ്ത ആളാണ്. പുള്ളിയുടെ പടം റീമേക്ക് ആണ് ജനനായകൻ എന്നൊക്കെ ഉള്ള ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ടോട്ടലി അല്ല, അതിൽ കുറച്ച് സീൻസും കാര്യങ്ങളും ഉള്ളതെന്നുകൊണ്ട് അനിൽ രവിപുടിയും തന്നെ അത് കൺഫേമും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സിനിമയുടെ പോക്ക് വരവൊക്കെ. അപ്പോൾ ഈ സിനിമ ഞാൻ ആൾ ടൈം റീജിയണൽ ഇൻഡസ്ട്രി ബ്ലോക്ക് ബസ്റ്ററാണ് മനശങ്കര വരപ്രസാദ ഗാരു. സംക്രാന്തി റിലീസ് വേണ്ടിയിട്ട്, അതായത് തെലുങ്കിലുള്ള അവിടെ ഉള്ളവർക്ക്, തെലുങ്കന്മാർക്ക് അങ്ങനെ ഉള്ളവർക്ക് ആ ഒരു ടൈപ്പ് അവർക്ക് ഒന്ന് ഓഡിയൻസിനെ പുൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിനിമ കൂടിയാണ് ഇത്. നമുക്കത് കൂടുതൽ സാറ്റിസ്ഫൈ ആവില്ല. ഞാനും കണ്ടു, എനിക്കും വലിയ സാറ്റിസ്ഫൈ ഒന്നും ആയില്ല. എന്നിരുന്നാലും പടം അവിടെയൊക്കെ വൻ ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഈ പാട്ട് വരെ ഒരു ബോംബ് പാട്ടാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ചിരഞ്ജീവിയുടെ ആ ഒരു ഫേസ് ലുക്കൊക്കെയാണ് പോലെയാണ് തോന്നുന്നത്. മറ്റേ ഹുക്ക് സ്റ്റെപ്പ്, പിന്നെ ആ മെഗാ വിക്ടറി സോങ് ഒക്കെ കേൾക്കാനും കാണാനൊക്കെ നല്ല ഒരു പാട്ടായിരുന്നു. ഡാൻസുകളും സൂപ്പറായിരുന്നു. പക്ഷെ ഈ പാട്ട് മൊത്തത്തിലൊരു ഫ്ലോപ്പ് പാട്ടാണ്. പെഡി റെഡ്ഡി അതുപോലെ തന്നെ, അതായത് ഒരു
നമ്മളിപ്പം എന്താ പറയാ ഒരു തമിഴിലൊക്കെ ഒരു ഫസ്റ്റ് ഒരു കഥ പോലെയൊക്കെ പറഞ്ഞ് സംസാരിക്കൂലേ, അതുപോലത്തെ ഒരു പാട്ട് പോലെയാണ് ഇത് വരുന്നത്. പിന്നെ ഈ പാട്ടിൽ ആ പാട്ട് പാടുമ്പോൾ ആ ഒരു ത്രില്ലും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരും കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു പക്ക ഒരു ബോർ പാട്ട് പോലെയാണ് ഇത് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ ഭയങ്കര ഹിറ്റാണ്, നമുക്കത് വർക്കൗട്ട് ആവൂല. അപ്പൊ ഇനിയും ഇതുപോലെ നല്ല വ്യൂസും റിവ്യൂസും അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് വരാൻ ഗൈസ്. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ. ലവ് യു ഗൈസ്.